കേരളത്തിലെ ബി.ജെ.പി. നേതാക്കളിൽ ആദ്യ 5 പേരിൽ ഒരാളാണ് വി. മുരളീധരൻ. അദ്ദേഹം കേന്ദ്രത്തിൽ വിദേശകാര്യ സഹമന്ത്രി ഒക്കെ ആയിരുന്നയാളാണ്. ഇപ്പോൾ ഏറ്റവും പുതുതായിട്ടൊരു വാർത്ത കേൾക്കുന്നത് അദ്ദേഹം ഉപരാഷ്ട്രപതിയായേക്കും, അദ്ദേഹത്തിൻ്റെ പേരും പരിഗണനയിലുണ്ട് എന്നൊരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. ഇതിന് ബി.ജെ.പിയിൽ നിന്ന് സ്ഥിരീകരണമൊന്നും ലഭിച്ചിട്ടില്ല. പക്ഷേ ഇങ്ങനൊരു വാർത്ത പ്രചരിക്കുന്നുണ്ട്. അതിന് സാധ്യതയുണ്ടോ? വി. മുരളീധരൻ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാനുള്ള ഒരു മാനദണ്ഡങ്ങൾ ഒക്കെ അദ്ദേഹത്തിന് ചവിട്ടിക്കയറി പോകാൻ പറ്റുമോ? എന്താണ് ഇക്കാര്യത്തിൽ? ഈ തുടക്കം ബി.ജെ.പിയുമായി ബന്ധപ്പെട്ടല്ല, ബി.ജെ.പിക്ക് പുറത്തെ നേതാക്കളുടെ പേരാണ് വലിയ രീതിയിൽ ചർച്ച ചെയ്തത്. തുടക്കം ശശി തരൂരായിരുന്നു, പിന്നെ നിതീഷ് കുമാർ വന്നു, ആരിഫ് മുഹമ്മദ് ഖാൻ. അതെ, ബി.ജെ.പിക്കുള്ളിലെ നേതാക്കളുടെ പേരുകൾ ആദ്യഘട്ടത്തിൽ ഉയർന്നു കേട്ടില്ല. പക്ഷേ ഇപ്പോൾ അവസാന ഘട്ടം വന്നപ്പോൾ പൂർണ്ണമായി തന്നെ അതിലൊരു സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ബി.ജെ.പിയുടെ ഏതെങ്കിലും ഒരു നേതാവായിരിക്കും ഈ പദവിയിലേക്ക് വരിക എന്നത് വലിയ രീതിയിൽ ചർച്ച ഉണ്ടാവുകയാണ്. അതിനിടയിലാണ് ബി.ജെ.പിയുടെ പല മുതിർന്ന നേതാക്കളുടെ പേര് കേൾക്കുന്ന പശ്ചാത്തലത്തിൽ തന്നെയാണ് മലയാളിയായ വി. മുരളീധരൻ്റെ പേരും കേട്ടത്. വി. മുരളീധരൻ അതിൻ്റെ യോഗ്യതയുണ്ട് അത്തരത്തിൽ. കാരണം വിദേശ സഹമന്ത്രിയായിരുന്നു, കേരളത്തിൽ നിന്നുള്ള ഒരു മുതിർന്ന നേതാവ് കൂടിയാണല്ലോ. കേരളത്തിൽ ബി.ജെ.പിയുടെ വളർച്ച പരിശോധിക്കുകയാണെങ്കിൽ വി. മുരളീധരൻ്റെ വരവോട് കൂടിയാണെന്ന് നമുക്ക് വ്യക്തമാകും. കാരണം അദ്ദേഹം ആണ് പ്രസിഡന്റായി വന്നത്. അതിനു മുൻപ് തന്നെ കേരളത്തിൽ വലിയ രീതിയിലുള്ള വിമർശനമുണ്ടായിരുന്നു. ബി.ജെ.പി ഒരു വോട്ട് കച്ചവടം നടത്തുന്ന പാർട്ടിയാണെന്നും, വോട്ട് പൈസ വാങ്ങി വോട്ട് മറച്ചു വിൽക്കുകയാണ് ഈ പരിപാടി, കോൺഗ്രസിനും അല്ലെ ചിലയിടങ്ങളിൽ കമ്മ്യൂണിസ്റ്റിനെല്ലാം നൽകുന്ന രീതിയിലുള്ള വിമർശനം ഉണ്ടായെങ്കിൽ അതിനുശേഷം ഈ വി. മുരളീധരൻ ബി.ജെ.പി. പ്രസിഡന്റായിട്ട് വന്നതിന് ശേഷം ഇദ്ദേഹം ബി.ജെ.പിയുടെ പ്രസിഡന്റായി വന്നതിന് ശേഷം അത്തരത്തിലുള്ള വിമർശനമില്ല. ബി.ജെ.പി പടിപടിയായി വളരുകയാണ്. ഇദ്ദേഹം വന്നതിന് ശേഷം തദ്ദേശ സ്വയംഭരണ 2010 നടന്ന തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് നല്ല പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 6 സീറ്റ് കിട്ടി, കൗൺസിലർമാർ 6 പേരുണ്ടായി. അങ്ങനെ പല രീതിയിൽ ബി.ജെ.പി മുന്നേറി. 2011 പോകുമ്പോൾ നേമത്ത് 2ാം സ്ഥാനം പിടിക്കുന്നു, മഞ്ചേശ്വരത്ത്, കാസർഗോഡ് 2ാം സ്ഥാനത്ത് വരുന്നു. പല മണ്ഡലങ്ങളിലും പാലക്കാട് തുടക്കത്തിലൊക്കെ ലീഡ് ചെയ്ത് നിന്നു. മഞ്ചേശ്വരം അവസാന റൗണ്ട് വരെ ബി.ജെ.പി പ്രതീക്ഷ കൈവിടാതെ നിന്ന ഒരു മണ്ഡലമാണ്. കാസർഗോഡും അതുപോലെ തന്നെ. കാസർഗോഡും ബി.ജെ.പിക്ക് നല്ല നേട്ടമുണ്ടായി, പാലക്കാട് നേട്ടമുണ്ടായി. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ പിന്നെ കാട്ടാക്കടയിൽ ബി.ജെ.പിക്ക് മുന്നേറ്റം ഉണ്ടായി. അങ്ങനെ പല മണ്ഡലങ്ങളിലും ബി.ജെ.പിക്ക് വോട്ട് ഗണ്യമായിട്ട് വർദ്ധിച്ചു. കാരണം അതിനു മുൻപുള്ള തെരഞ്ഞെടുപ്പുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു 10,000 വോട്ട്, 6,000 വോട്ട്, 8,000 വോട്ട്, അതിൽ നിന്നും വലിയ രീതിയിൽ നേമത്തെല്ലാം ഒരു 30-40 പോവുകയാണ്. പല മണ്ഡലങ്ങളിലും 30-40 പോകുന്നു. ഒരു ശരാശരി 20,000 വോട്ട് പല മണ്ഡലങ്ങളിൽ നിലനിർത്താൻ കഴിയുന്നു. ആ രീതിയിലേക്കുള്ള ഒരു ഈ ചെറിയ 4,000-5,000 വോട്ട് കിട്ടിയിരുന്ന മണ്ഡലങ്ങളിൽ പോലും ബി.ജെ.പിക്ക് ഒറ്റയടിക്ക് അത് 4 അക്ക സംഖ്യ 10,000 കടന്നു പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. ആ രീതിയിൽ ബി.ജെ.പിക്ക് ഒരു അടിത്തറ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയായി പരിഗണിക്കുക. അദ്ദേഹം 5 വർഷം മികച്ച രീതിയിൽ അവിടെ പ്രവർത്തിക്കുകയും ചെയ്ത. ആ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുമ്പോൾ പോലും അദ്ദേഹം മത്സരിക്കാൻ, താൻ അടുത്ത ഏത് മണ്ഡലമാണ് മത്സരിക്കാൻ പോകുന്ന എന്ന ധാരണയിൽ ആറ്റിങ്ങലിൽ കൃത്യമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും കഴിഞ്ഞ 2024 ഇലക്ഷനിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് തന്നെ 3 ലക്ഷത്തിലധികം വോട്ട് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു കാലത്ത് ആറ്റിങ്ങൽ മണ്ഡലം എന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടയായിരുന്നു. നാം ഏത് സർവേ ഫലം ശക്തമായ ഇടത് വിരുദ്ധ തരംഗം അടിക്കുന്ന കാലത്ത് പോലും ആറ്റിങ്ങൽ അവർക്ക് നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്. കാരണം ഏത് സർവേ പരിശോധിച്ചാലും നമുക്കറിയാം കേരളത്തിലെ പ്രധാനപ്പെട്ട 2 മണ്ഡലം, ഒന്ന് പാലക്കാടും ആറ്റിങ്ങലും, ഈ 2 മണ്ഡലങ്ങളിൽ LDF ജയിക്കുമെന്നാണ് പറഞ്ഞത്. കാരണം അവർക്ക് ആ മണ്ഡലങ്ങളിൽ ജയിക്കാനുള്ള വോട്ടുണ്ട്. പാർട്ടി വോട്ട് തന്നെ അവർക്ക് 1 ലക്ഷം 2 ലക്ഷത്തിലധികം പാർട്ടിയുടെ കേഡർമാരുള്ള ഒരു സ്ഥലങ്ങളാണ് ഈ 2 പാലക്കാടായാലും ഈ ആറ്റിങ്ങൽ. പക്ഷെ കണ്ണൂര് പോലും പല സമയങ്ങളിലും പരാജയപ്പെടുമെന്ന് സർവേ ഫലം കണ്ടിട്ടുണ്ട്. അതിന് ആറ്റിങ്ങലിന് സമാനമായ മറ്റൊരു മണ്ഡലമാണ് കാസർഗോഡും ഈ പാർട്ടി ഗ്രാമങ്ങളെല്ലാം വലിയ രീതിയിൽ സ്വാധീനമുള്ള പാർട്ടി അണികളുള്ള ഒരു മണ്ഡലമാണ്.
എന്തായാലും ആ രീതിയിൽ തന്നെ കൃത്യമായ രാഷ്ട്രീയം അറിയാവുന്ന ഒരു നേതാവാണ്. BJP സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാ നീക്കങ്ങളും, ദേശീയ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാ നീക്കങ്ങൾക്കും ഒരു രാഷ്ട്രീയ അജണ്ടയുണ്ട്. ആ രാഷ്ട്രീയ അജണ്ട വച്ച് മാത്രമേ അവർ മുന്നോട്ട് പോകുകയുള്ളൂ. അത് ഇപ്പോഴുള്ള രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് നാം പരിശോധിച്ചാൽ അറിയാം. ഒരു കാലത്ത് BJPക്ക് ഒരു സ്വാധീനവും ഇല്ലാതിരുന്ന ഒരു സംസ്ഥാനമാണ് ഒറീസ. ഒറീസയിൽ അവർക്ക് ലഭിക്കുന്ന ഒരു 6%, 7% വോട്ട് പിന്നീട് പടിപടിയായി വർദ്ധിച്ചു വന്നപ്പോഴാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത്, കുറച്ചു മുൻപ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ ഒറീസയിൽ നിന്നുള്ള ഈ പിന്നോക്ക ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ദ്രൗപദി മുർമുവിനെ ഈ BJPയുടെ ഇന്ത്യയുടെ പ്രസിഡന്റായി കൊണ്ടുവരികയാണ്. അതിൽ നിന്ന് അവർക്ക് ലാഭം കൊയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ഒറീസ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കി. അവിടെ 2000 മുതൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ബിജു ജനതാദൾ പാർട്ടിയെ പൂർണ്ണമായി തന്നെ അവർക്ക് ഇല്ലാതാക്കി മുന്നോട്ട് വരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഭരണം പിടിച്ചെടുത്തു. അതോടൊപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സീറ്റ് എണ്ണം നോക്കുകയാണെങ്കിൽ അവിടെ 21 ആ 20 സീറ്റ് BJPക്ക്, 1 സീറ്റ് കോൺഗ്രസ്. BJDക്ക് അവിടെ 0 സീറ്റിലേക്ക് ഭരിക്കുന്ന പാർട്ടിയെ പൂർണ്ണമായി അവിടെ നിന്ന് ഇല്ലാതാക്കാൻ, തുടച്ചു നീക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് നാം ഉത്തർപ്രദേശ് പരിശോധിച്ചാലേ അറിയാം. ഇതിനു മുൻപുള്ള രാഷ്ട്രപതി രാംനാഥ് കോവിന്ദുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ആ പ്രദേശങ്ങളിൽ വലിയ രീതിയിൽ തന്നെ BSPയുടെ സ്വാധീനമുണ്ടായിരുന്നു. അപ്പോൾ BJPക്ക് വളർന്നു വരാൻ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നത് ഈ BSPയുടെ വളർച്ചയായിരുന്നു. SPയേക്കാൾ പിന്നോക്ക വിഭാഗത്തിനിടയിലേക്ക് BJPക്ക് വളർന്നു കയറണമെങ്കിൽ ഈ BSP അവിടെ നിന്ന് ഒഴിവാക്കണം. അങ്ങനെ BSP ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമായിരുന്നു അന്ന് രാഷ്ട്രപതിയായി രാംനാഥ് കോവിന്ദിനെ കൊണ്ടുവന്നത്. പിന്നീട് നാം കണ്ടത് ഇപ്പോൾ കുറച്ചു നാളായി തന്നെ BJP ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ സൗത്ത് ഇന്ത്യയിലാണ്. ദക്ഷിണ ഇന്ത്യ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ കൂടുതൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാരണം 2-3 വർഷം മുൻപുള്ള ഒരു ദേശീയ സമ്മേളനത്തിൽ BJPയുടെ പ്രഖ്യാപിത ലക്ഷ്യമായി അവർ പുറത്തുവിട്ടതുണ്ടല്ലോ, ദക്ഷിണ ഇന്ത്യ പിടിക്കുക. ദക്ഷിണ ഇന്ത്യ പിടിക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമമാണ് ഇപ്പോൾ BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഇപ്പോൾ കേരളത്തിലെ MP-മാരുടെ എണ്ണം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. കേരളത്തിൽ ഇപ്പോൾ BJPക്കുള്ള 4 MP-മാരാണ്. ഒരു MP തൃശ്ശൂരിൽ നിന്ന് വിജയിച്ചു. 3 പേരെ അവർ നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. 2 പേരെ നോമിനേറ്റ് ചെയ്തു, 1 ജോർജ് കുര്യൻ. അതിൻ്റെ ലക്ഷ്യം എന്താണ്? ഇപ്പോൾ CPM-ന് പോലും അത്രയും MP-മാർ ലോക്സഭയിലോ പാർലമെന്റിലില്ല. അതിൻ്റെ നിന്ന് മനസ്സിലാക്കുന്നതും അവർ വലിയ രീതിയിൽ ലക്ഷ്യമിടുന്നുണ്ട് ഈ സൗത്ത് ഇന്ത്യ പിടിക്കണമെന്ന്. തമിഴ്നാട്ടിലെ പല നേതാക്കളിൽ നിന്ന് പല സംസ്ഥാനങ്ങളിലും ഈ ഗവർണർമാരായി ഗവർണർമാരാണ്. മുൻപുള്ള ഇവിടെ കേരളത്തിലെ പ്രഭാരിയായിരുന്ന രാധാകൃഷ്ണൻ ഉൾപ്പെടെ ഇന്ന് മഹാരാഷ്ട്രയിലെ ഗവർണറാണ്. മഹാരാഷ്ട്ര പോലൊരു വലിയ സംസ്ഥാനത്തിന്റെ ഗവർണറായി ഒരു തമിഴ്നാട് സ്വദേശിയെ വയ്ക്കണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അന്ന് BJPയുടെ പ്രഖ്യാപനം അത് വെറുതെ അല്ല. അവർ കൃത്യമായി ലക്ഷ്യമിട്ടാണ് പ്രഖ്യാപനങ്ങൾ നടത്തുന്നത്. എങ്ങനെയും സൗത്ത് ഇന്ത്യ പിടിക്കാം, അതിൻ്റെ ഒരു രീതിയിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. പിന്നീട് നാം കണ്ടതാണ് തെലങ്കാനയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് അവർക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. അങ്ങനെ BJP കേരളം ലക്ഷ്യമിട്ട്, സൗത്ത് ഇന്ത്യ ലക്ഷ്യമിട്ട് മുന്നോട്ട് പോകുമ്പോൾ മുരളീധരൻ വന്നാലും നാം സ്വീകരിച്ചാലേ പറ്റൂ അല്ലേ? കാരണം ആ BJPയുടെ തീരുമാനം അങ്ങനെയാണ്. എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടൊരു തീരുമാനത്തിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അതാണോ ചിലപ്പോൾ കർണാടകയിലല്ലേ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ട്. കോൺഗ്രസ് എല്ലാം വലിയ രീതിയിൽ കടന്നു കയറുന്നുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ദയനീയമായി പരാജയപ്പെട്ടു. അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നോ എന്തായാലും പ്രത്യേക ഒരു പരിഗണന സൗത്ത് ഇന്ത്യയിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ തെലങ്കാനയിൽ നിന്നോ ആന്ധ്രാപ്രദേശിൽ നിന്നോ. ആന്ധ്രാപ്രദേശിലെ മുൻപ് വെങ്കയ്യ നായിഡു ആന്ധ്രാപ്രദേശ് സ്വദേശിയായിരുന്നു. ചിലപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പരിഗണിക്കാനുള്ള സാധ്യത കുറഞ്ഞാണ്. പക്ഷെ എന്തായാലും പറഞ്ഞ പോലെ തമിഴ്നാടും കേരളവും കർണാടകവും ഒക്കെ പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ള സംസ്ഥാനങ്ങളാണ്. അവിടെ നിന്നൊക്കെ ആരെങ്കിലും ഒരാളെ ഉപരാഷ്ട്രപതി ആക്കി കൂടായികയില്ല. അതാണ് BJPയുടെ ലക്ഷ്യം. എപ്പോഴും രാഷ്ട്രീയ തന്ത്രം വെച്ചുള്ള ലക്ഷ്യമാണ്. എന്തായാലും മുരളീധരൻ അങ്ങനെ ഒരു പ്രധാനപ്പെട്ട പദവിയിലേക്ക് എത്തുകയാണെങ്കിൽ കേരള BJPക്കെല്ലാം വലിയ രീതിയിൽ ഗുണകരമാവുന്ന കാര്യമാണ്. എല്ലാ കാലത്തും നാം പരിശോധിച്ചാൽ നമുക്കറിയാം, പണ്ട് കാലത്തൊന്നും കേരളത്തിലെ BJPയെ ദേശീയ നേതൃത്വം വലിയ പരിഗണനയൊന്നും നൽകിയിട്ടില്ല. മറിച്ച് ഈ നരേന്ദ്രമോദിയും അതോടൊപ്പം തന്നെ ഈ അമിത്ഷായും വന്നതിന് ശേഷം വലിയ രീതിയിൽ തന്നെ ഒരു പരിഗണന ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ അൽഫോൺസ് കണ്ണന്താനം മന്ത്രിയായി പോകുന്നു. അതിനുശേഷം മുരളീധരൻ വരുന്നു. സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാനായി നിരന്തരം തന്നെ നരേന്ദ്രമോദി തൃശ്ശൂരിൽ എത്തുന്നു. അപ്പോഴും എല്ലാവരും ചോദിച്ചു, ഇങ്ങനെ നരേന്ദ്രമോദി വന്ന ആ ഇന്ധനത്തിന്റെ പൈസയെങ്കിലും പ്രയോജനപ്പെടുമോ എന്ന് പലരും കളിയാക്കി ഉണ്ടായ ഒരു ഘട്ടമുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് കൃത്യമായ അജണ്ട ഉണ്ടായിരുന്നു, കൃത്യമായ ലക്ഷ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് 2 മുന്നണികളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് അവിടെ വിജയം കൊയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു വിജയം കൊയ്ത കാരണം അടുത്ത തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ ഈ 4 ചിലപ്പോൾ 8 തവണ വരാം.
അതെ. നരേന്ദ്രമോദിയാണ് മത്സരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ അമിത്ഷായുടെ ബന്ധപ്പെട്ട് ഈ അമിത്ഷാ നരേന്ദ്രമോദി ത്രയമാണ് ആ രണ്ടുപേരുമാണ് കേരളത്തിന് ഇത്രത്തോളം പ്രാധാന്യം നൽകിയത്. ഇനി പുതിയൊരു നേതാവ് വരുമ്പോൾ അത്രത്തോളം പ്രാധാന്യം നൽകുമോ എന്നത് നാം ചോദ്യമാണ്. അതെ, സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം നാം ഏത് തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം നരേന്ദ്രമോദി ജനങ്ങളെ അഡ്രസ്സ് ചെയ്യുമല്ലോ ആ വൈകുന്നേരങ്ങളിൽ കേരളത്തെ പരാമർശിക്കാതെ ഒരു 90% പ്രസംഗങ്ങളും മോദി അവസാനിപ്പിച്ചിട്ടില്ല. കാരണം അല്ലേ? അതെ, കേരളത്തിലെ ബലിദാനികളുടെ കാര്യം പറയാത്ത ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണമോ നരേന്ദ്രമോദിക്കില്ല എന്നുള്ളത്. അത് എപ്പോഴാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ പറയുമ്പോൾ ഈ വൈകുന്നേരം വിജയത്തിന് ശേഷം ഒരു പ്രസംഗമുണ്ടല്ലോ, ഈ വിജയം എല്ലായ്പ്പോഴും അദ്ദേഹം സമർപ്പിക്കുന്നത് ബലിദാനികൾക്കാണ്. അണികളുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം കേരളത്തെ അത് 2014 മുതൽ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിന് വലിയ പ്രാധാന്യം നൽകുന്നു. ആ കണക്കാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 4 എംപിമാരും കേന്ദ്രമന്ത്രിമാരും ആ പട്ടികയിലേക്ക് തന്നെ ചിലപ്പോൾ വി മുരളീധരൻ കടന്നു വരാം.